യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച് ചില സന്ദേശങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ നമുക്ക് ആ സന്ദേശം ശരിയായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ആ സന്ദേശം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ കേൾക്കുവാനും നമുക്ക് ചിന്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 13-12 ആയിരുന്നല്ലോ. അത് ഒന്നാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിൻ്റെ അധികാരമേല നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെയും നമസ്കരിക്കുമാറാക്കുന്നു. അതായത് ഭൂമിയിൽ നിന്നും കയറി വരുന്നതായ മൃഗം, അതേ കള്ളപ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നതായ മൃഗം. ആ മൃഗം എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ മൃഗത്തിന് മുമ്പാകെ, അതായത് സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതായ അന്തിക്രിസ്തു എന്നുള്ളതായ ആ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി. അതിന് അധികാരം എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഈ കള്ളപ്രവാചകന്മാർ പ്രവചിക്കുന്നതായ കള്ളപ്രവചനങ്ങൾക്ക് സാധൂകരണം നൽകിക്കൊണ്ട് ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഇവിടെ ഒന്നാം മൃഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അന്തിക്രിസ്തുവിനെ വണങ്ങുമാറാക്കുന്നു. അപ്പോൾ ഇന്ന് നടക്കുന്നതായ ഈ കള്ളപ്രവചനങ്ങളുടെയും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിനെ വണങ്ങുവാൻ അനേകരെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ അതിനെ ഒരു സുവിശേഷ പ്രസംഗമായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എലോഹിയമായ ദൈവം, യഹോവയായ ദൈവം അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെ ഒരു സന്ദേശം പുറപ്പെടുവിക്കുന്നു. എന്തുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു സന്ദേശം അവിടെ യഹോവയായ ദൈവം നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപനിമിത്തം വീണുപോയ മനുഷ്യന് രക്ഷാകരമായ പദ്ധതിയെ അവിടെ പിതാവായ ദൈവം, അതേ എലോഹിയമായ ദൈവം പ്രഖ്യാപിക്കുകയാണ്. ആ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനമായി വായിച്ചു നിർത്തിയത്. ആ വാക്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും, അവൻ നിന്റെ തല തകർക്കും. അതായത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഈ ഒരു വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ തന്നെ അത് പുരുഷൻ്റെ സന്തതിയല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും ജനിച്ചതായ യേശുക്രിസ്തുവാണ് ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. അവൻ നിന്റെ തല തകർക്കും. ആരോടാ പറയുന്നത്? പിശാചിനോടാണ് പറയുന്നത്. അതേ ആദ്യ മാതാപിതാക്കളെ പരീക്ഷിച്ചതായ ആ സർപ്പത്തോട് ദൈവം പറയുന്നു, അവൻ നിന്റെ തല തകർക്കും. പക്ഷേ അവിടെ തന്നെ ഒരു വാക്കുണ്ടല്ലോ, നീ അവൻ്റെ കുതികാൽ തകർക്കും. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള കടന്നുവരവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് യേശുക്രിസ്തു ദൈവം മനുഷ്യനായി തീർന്ന് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ കടന്നു എന്നത് സാത്താൻ്റെ ഡൊമൈനിലേക്കാണ് കടന്നു എന്നത്. അവൻ്റെ ആധിപത്യ മേഖലയിലേക്കാണ് യേശു കടന്നു എന്നത്. നോക്കൂ, യേശുക്രിസ്തു അങ്ങനെ കടന്നു എന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ്റെ കുതികാല് തകർത്തു. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ തല തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. കാരണം സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തെ, അതേ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്നവനായ ദൈവത്തെ ഒരു പിശാചിനും തകർക്കാൻ കഴിയത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പിശാച് വിറയ്ക്കുന്നു. എവിടെ? ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ. ഇന്ന് ദൈവവചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നുവോ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരെക്കുറിച്ചുള്ള വചനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം? അത് ദൈവത്തെക്കുറിച്ചുള്ള വചനമാണ്. ആ ദൈവത്തെ പിശാചിന് ആക്രമിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും ആക്രമിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവം മനുഷ്യനായി ജഡാവതാരത്തിൽ ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തു അവൻ്റെ ഡൊമൈനിലേക്ക്, അവൻ്റെ ആധിപത്യ മേഖലയിലേക്ക് കടന്നു ചെന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുതികാൽ അവൻ തകർത്തു. എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ, ക്രൂശിൽ താൻ സഹിച്ചതായ വ്യഥ, തൻ്റെ തലയിൽ മുൾക്കിരീടം അണിയപ്പെട്ടതായ അവസ്ഥ,
അനേകരാൽ നിന്ദിക്കപ്പെടുകയും പഴിക്കപ്പെടുകയും ചെയ്തതായ അവസ്ഥ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രത്തോളം കർത്താവ് യേശുക്രിസ്തു കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുതികാലിനെ മാത്രമേ പിശാചിനെ തകർക്കുവാൻ കഴിഞ്ഞുള്ളൂ, അതും ഏതാനും ചില ദിവസങ്ങളിൽ മാത്രം. എന്നാൽ യേശുക്രിസ്തു എന്തു ചെയ്തു? അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു. പക്ഷെ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് പിശാചിനെ ഏൽപ്പിച്ചതായ ആഘാതമെന്ന് പറയുന്നത് വലിയൊരു ആഘാതമായിരുന്നു. ആ ആഘാതമാണ് അവൻ നിന്റെ തല തകർക്കുമെന്ന് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നതായ മരണകരമായ മുറിവ് എന്ന് പറയുന്നത് ഈ 1-ാം മൃഗത്തിന് ഏൽപ്പിക്കപ്പെട്ടതായ, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന് വെളിപ്പെട്ടിട്ടില്ല, പക്ഷേ ആ ഒരു മൃഗത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ഈ മുറിവാണ്. അതായത് അവൻ്റെ തല തകർക്കപ്പെട്ടതിൻ്റെ മുറിവാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാലത്ത് പിശാചിന് വരാൻ പോകുന്ന ആ മുറിവിൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ മുറിവിൻ്റെ ആ സൗഖ്യം എന്ന് പറയുന്നത്? അതെ, ഈ സൗഖ്യത്തിന് വേണ്ടി തന്നെയാണ് പിശാച് ഇന്ന് പ്രവർത്തിക്കുന്നത്. നോക്കൂ, നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്, ഇന്ന് പിശാച് അനേകരെ തെറ്റിച്ചു കളയുന്നു എന്ന് പറയുമ്പോൾ അത് അവന് ഉണ്ടായ ആ മുറിവിൽ നിന്നും ഒരു സൗഖ്യത്തിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മർമ്മം മനസ്സിലാക്കണം. ഈ അപ്പോസ്തലിക കാലം എന്ന് പറയുന്നത് പിശാചിന് തല തകർക്കപ്പെട്ട് മുറിവ് പൊറുക്കാതെയുള്ള ഒരു കാലമായിരുന്നു. അതുകൊണ്ടെന്താ സംഭവിച്ചത്? ആ കാലങ്ങളിൽ ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ, അതേ ദൈവമക്കൾ, അവർ എല്ലാം ശക്തിയോടുകൂടി പ്രസംഗിച്ചപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തിക്ക് അതിൻ്റേതായിട്ടുള്ള ദൗർലഭ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? ഞാനൊരു വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതായ ഒരു ചിന്ത ഇതാണ്. നമ്മൾ എപ്പോഴും പറയും ഈ ആദ്യകാലത്തൊക്കെയാണ് കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നു ഇന്ന് അങ്ങനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ആദ്യകാലത്ത് അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു, അതേപോലെ തന്നെ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെയുള്ള അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവശക്തിയുടെ വലിയൊരു വ്യാപാരം അന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മുറിവേറ്റതായ, തല തകർക്കപ്പെട്ടതായ പിശാചിന് ശരിയായിട്ടൊന്ന് അനങ്ങാൻ പോലും കഴിയാത്തതായ അവസ്ഥ അന്ന് സംജാതമായിരുന്നു. അത് ദൈവസഭയുടെ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ സമയം കൂടെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ ആ ആദ്യ നൂറ്റാണ്ടിൽ അനേക സ്ഥലങ്ങളിൽ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത്. ഏഷ്യ മൈനറിൽ, യൂറോപ്പിൽ, നമ്മുടെ രാജ്യത്ത് പോലും സെൻറ് തോമസ് കടന്നു വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്രവൃത്തിക്കെല്ലാം സാധ്യമായി തീർന്നത് യേശുക്രിസ്തു നേടിയ വിജയമാണ്. ആ വിജയത്തെ നടപ്പിലാക്കുവാൻ അന്നത്തെ ശിഷ്യന്മാർക്കും അതേപോലെ തന്നെ അപ്പോസ്തലന്മാർക്കും സാധിച്ചു. പിൽക്കാലത്ത് വന്ന ആളുകൾക്കും അത് സാധിച്ചു എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. എന്നാൽ ഈ ഒരു കാലത്തേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ വേദോസിൽ പറയുന്ന പോലെ സാത്താനും അവൻ ശക്തി പൂണ്ട്, അവൻ കഴിഞ്ഞ നാളുകളെക്കാളും കൂടുതൽ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. അത് സൂചിപ്പിക്കുന്നത് അവൻ്റെ മുറിവ് പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണമേ. മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുറിവ് പുറത്തെങ്കിൽ ഇപ്പോൾ അവന് അങ്ങനൊരു മുറിവ് ഉണ്ടെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്തതായ ഒരു കാലമാണ്. അതിനർത്ഥം കൂടുതൽ ശക്തിയോടെ സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. പലപ്പോഴും നമുക്ക് വേണ്ടതായ ആത്മീയ ശക്തി പ്രാപിക്കാൻ കഴിയാത്തതായ അനുഭവങ്ങളൊന്നുണ്ട്. അതിനെല്ലാം കാരണം ശക്തനായ പിശാച് ഇന്ന് അനേകരുടെ വിശ്വാസം മറിച്ചു കളയാണ്. സഭയുടെ നേതൃത്വത്തെ പോലും പിടിച്ച് കെട്ടി ബന്ധിച്ചു വയ്ക്കുന്ന പൈശാചിക വ്യാപാരത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സമയങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം? അത് എഫീസ് ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. പിശാചും താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. അതേപോലെ തന്നെ അവൻ്റെ ആക്രമണങ്ങളോട് നമ്മൾ എതിരിടുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന് നമ്മോട് പറയുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ പോരാടേണ്ടതിൻ്റെ പ്രാധാന്യം, ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദിമ സഭയ്ക്ക് ഉണ്ടായിരുന്ന ആ സ്പിരിച്വൽ പ്രിപ്പറേഷനേക്കാളും ആത്മീക തയ്യാറെടുപ്പുകളെക്കാളും ഇന്നുള്ള സഭയ്ക്ക് കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്.
കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതിനേക്കാളും അധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ ഉപവസിച്ചതിനേക്കാൾ അധികം നമ്മൾ ഉപവസിക്കേണ്ടിയിരിക്കുന്നു. അതെ, അപ്പോസ്തലന്മാർ ജാഗരിച്ചതിൻ്റെയും ജാഗ്രത പുലർത്തിയതിൻ്റെയും അതിനേക്കാളൊക്കെ നമ്മൾ കൂടുതൽ അപ്രകാരം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത് അന്ത്യകാലമാണ്. നോക്കൂ, ഈ അന്ത്യകാലത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്. കൂടുതൽ ജാഗ്രതയുള്ളവരായി നമ്മൾ ഇരിക്കണം. അത്ഭുതത്തിൻ്റെയും അടയാളങ്ങളുടെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്, മറിച്ച് നമ്മുടെ ഓരോ കൂട്ടായ്മയും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനവും അത് ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതവും നമുക്കുണ്ടെങ്കിൽ അത് തെളിയിക്കും ജയിക്കുന്ന സഭയെ. അത് തെളിയിക്കും നമ്മൾ പിശാചിനെ ജയിക്കുന്നത്. യേശു എന്താ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. അതെ, നാം ദൈവവചനത്തിലും അവൻ്റെ പ്രവൃത്തിയിലും വിശ്വസിക്കുമ്പോൾ നമുക്ക് ഈ പിശാചിനെ ജയിക്കാൻ സാധിക്കും. അതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇപ്രകാരമുള്ള കള്ളപ്രവാചകന്മാരെയും ദുഷ്ടയാത്മാക്കളെയും കള്ളക്രിസ്തുക്കളെയും ഒക്കെ വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ചിന്തയുടെ പരമ്പര ഇന്നിവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ആത്മീയ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. തീർച്ചയായിട്ടും ഈ സന്ദേശങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാനിടയായതിനായി സ്തോത്രം. കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് നൽകുന്ന ആത്മീയ വരങ്ങളാൽ സഹായിക്കപ്പെട്ട് പ്രയോജനപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് അന്ത്യകാലമാണ്. പിശാച് പൂർവാധികം ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്നൊരു കാലമാണ്. കർത്താവെ, ഞങ്ങൾക്ക് ആദിമകാല അപ്പോസ്തലന്മാരും ശിഷ്യന്മാരെക്കാളും ഉപരിയായി ആത്മീയമായി ഉണരുകയും പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്രകാരം പ്രാർത്ഥിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ആത്മീയ വളർച്ച അവരുടെ ജീവിതത്തിൽ അധികമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.